ലൈംഗികാതിക്രമ കേസിൽ കർണാടക MP പ്രജ്വൽ രേവണ്ണ അറസ്റ്റിൽ. അർദ്ധരാത്രി 12:46 ജർമ്മനിയിൽ നിന്ന് ബംഗളൂരു വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ഉടനെയായിരുന്നു അറസ്റ്റ്. 34 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് പ്രജ്വലിന്റെ അറസ്റ്റ്. ഇമിഗ്രേഷൻ പോയിന്റിലെത്തിയ പ്രജ്വലിനെ CISF തടഞ്ഞു. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കുമെന്ന സമ്മർദ്ദം കടുത്തതോടെയാണ് പ്രജ്വലിന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നത്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിൽ പ്രജ്വൽ രേവണ്ണ ബോർഡ് ചെയ്തെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. ബംഗളൂരു വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ഉടനെയായിരുന്നു അറസ്റ്റ്. വിമാനത്താവളത്തിന് പുറത്തെത്തിച്ച പ്രജ്വലിനെ പാലസ് റോഡിലെ SIT ഓഫീസിലേക്ക് കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നു തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പ്രാഥമികമായി ചോദ്യം ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിലെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന ബംഗളൂരുവിലെ പ്രത്യേക കോടതിയുടെ മുൻപാകെയാണ് കേസ് എത്തുക. നേരത്തെ പ്രജ്വൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അടിയന്തരവാദം കേൾക്കണമെന്ന് അപേക്ഷിച്ചിരുന്നെങ്കിലും കോടതി അപേക്ഷ തള്ളുകയായിരുന്നു. പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ സ്വാധീനം ചെലുത്തി ഇരകളെ ഭീഷണിപ്പെടുത്താനും കേസ് അട്ടിമറിക്കാനുമുള്ള സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.